മാണിക്ക, ആഹാ, എവിടെയായിരുന്നു ഇത്ര നാളും? സുഖാണോ? അച്ഛന്റെ കൂടെ ഡൽഹിയിലായിരുന്നു. ആ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാണിക്ക? ഒരു മാറ്റമില്ല, കിടന്ന കിടപ്പന്നെ. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, അമ്മയൊന്ന് കാണണം. ആഹാ, അപ്പൊ എന്റെ അമ്മയെ മറന്നിട്ടില്ലല്ലേ? മറക്കാനോ? അങ്ങനെയാണോ മാണിക്കൻ എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? കഷ്ടായിപ്പോയി കേട്ടോ. ആ മാണിക്ക, നമ്മുടെ ഗോപീഷ്ണൻ സാറ് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ഉണ്ട്. കഷ്ട സാറിന്റെ കാര്യപ്പോ. ജോലിക്കും പോവില്ല, കവിത എഴുത്തുമില്ല, കുടി തന്നെ കുടി. നശിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്താ സാറിന് പറ്റിയത്? കല്യാണത്തിന് ശേഷം എങ്ങനെയൊക്കെ ആയത്? എനിക്ക് സാറിനെ ഒന്ന് കാണണമല്ലോ. എവിടെയുണ്ട് ഇപ്പോ? അപ്പുറത്തുണ്ട്. എല്ലാവരും കൂടി കച്ചേരി നടത്താ. ഒരു തുള്ളി മദ്യം കിട്ടാൻ വേണ്ടി എന്ത് കോപ്രായത്തരം ഗോപി സാറ് കാണിക്കും. ആ അവസ്ഥയിലാണ് ഇപ്പോ. ഭാര്യയ്ക്ക് സാറിന് മനസ്സിലാക്കാൻ പറ്റില്ല അത്രേ. ആ വിഷമ കുടിച്ചു തീർക്കണത്. സാരില്ല മാണിക്ക, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോവാതിരിക്കണ ബുദ്ധി. കുഴപ്പമില്ലെന്നേ. നമുക്ക് എല്ലാവർക്കും പാടാം. കണ്ടില്ലേ, ഗോപിയെ കൊണ്ട് ഇനി ഒരു കാര്യം നടക്കില്ല. തൊണ്ടായി പോയി. നീ വാ മോളെ, നിന്നെ എത്ര നാളായി കാത്തിരിക്ക. അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ആദ്യം കണ്ടപ്പോ മുതല് ഞാൻ മോഹിച്ച. നമുക്കൊന്ന് കൂടിയിട്ട് പോകാം. ഉപദ്രവിക്കുന്നത് അത് പോയിക്കോട്ടെ. നിന്നെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? നിന്റെ ഫോണിൽ നോക്കി പോടാ. ശരി, അങ്ങനെ മാറുന്ന കൈ കാലം കൊണ്ട പണി കാണിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞാലോ കുട്ടിയോട് അങ്ങോട്ട് പോണ്ടാന്ന്. എന്തായി? തൃപ്തിയായില്ലേ? ഇനി വേഗം പോകാൻ നോക്ക്.
അങ്ങോട്ട് അടുപ്പിക്കും. കുടിക്കമ്മേ. നീയല്ലടാ മാണിക്കൻ? അതെ സാറേ. നീ ആരടാ, ഇവിടുത്തെ ദാതയോ? അയ്യോ സാറേ, ഞാനൊരു പാവാ. എന്താ സാറേ കാര്യം? കാര്യമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയടാ. പിടിച്ചു കയറണതിനെ. ഞാനും മരുന്ന് എന്റെ അമ്മയ്ക്കൊന്ന് കൊടുത്തോട്ടെ. വിട്. അവന്റെ അമ്മയുടെ ഒരു മരുന്ന്. ഞാൻ പറയുന്നത് കേൾക്ക്. നടക്കടാ അങ്ങോട്ട്. സാറേ, ഞാനൊന്ന് പറയട്ടെ. അയ്യോ സാറേ, എന്റെ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതാ. ഞാൻ ആ മരുന്നൊന്ന് കൊടുത്തോട്ടെ. എന്താ ഇനി എന്നെ തല്ലരുത് സാർ. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളടാ. നിന്നെ പോലെ ഒരു റൗഡിയെ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചേക്കില്ല ഞാൻ. കഴിവാടാ മോനെ, നീ ഇവിടെ തുപ്പു അല്ലടാ. എന്റെ സാറേ ഒന്ന് നിർത്താൻ പറ. DI സാറിന് കലിയേറി നിൽക്കുക. അവസാനം ലോക്കപ്പ് മരണത്തിന് ഉത്തരം പറയേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കണം. ഇയാളുടെ പണി നോക്കിയാൽ മതി. കണ്ടില്ലേ? മതി. ഇനി എന്നെ തൊട്ടുപോരാ. നീ എന്ത് ചെയ്യടാ? എന്നെ അങ്ങ് കൊന്നേക്കണം. ജീവനോടെ പുറത്തു വിട്ടാ സാറ് പിന്നെ രണ്ടു കാലിൽ നടക്കില്ല. തല്ലി ഓടിക്കും ഞാൻ. മാണിക്യം വരാതെ എങ്ങനെയാ? അതേ ശരിയാ. അതാ മാണിക്യം വരുന്നുണ്ട്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്ന ആരുണ്ടാവാന്ന് ഓർത്ത്. ഇപ്പഴെനിക്ക് സമാധാനായേ. ചന്ദ്രേട്ടാ, അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തോ? മാണിക്ക നീ എന്റെ കാര്യം വിട്. മാണിക്ക, നീ അത്തേക്കല്ലേ? ശരിയാ, ഈ പോലീസുകാരുടെ ഒച്ചയും മകളും കണ്ടപ്പോ പേടിച്ചിണ്ടാവും പാവം. അമ്മേ, തനിക്ക് തൃപ്തിയായില്ലേ? എനിക്കത് മതി. ഭവിഷ്യത്ത് വല്ലതും വന്നാൽ ഞാൻ അനുഭവിച്ചോളാം. ആരാ കാച്ചിങ്ങെടുത്തേ?
ദാ, പറഞ്ഞ തുക മുഴുവനുണ്ട്. ഞാൻ ഇറങ്ങാം. ഹ, ഒരെണ്ണം കൂടി അടിച്ചിട്ട് പോടോ. വേണ്ട, ഇപ്പൊ തന്നെ സമയം ഓവറായി. ഛോ, കറണ്ടും പോയി. നിന്നോട് ആരാണ് പറഞ്ഞു ഇവിടെ വരാൻ? ഇനി എവിടെ വരണമെന്നും എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഈ മാണിക്കനാ. പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച കേസിൽ കോടതി മാണിക്കനെ 4 വർഷത്തേക്ക് ശിക്ഷിച്ചു. നെഞ്ചുവിരിച്ചവൻ ജയിലിലേക്ക് പോകുമ്പോ പച്ചയായ ഒരു മനുഷ്യനെ ഗീതാഞ്ജലി ജീവിതത്തിൽ ആദ്യമായി കണ്ടു. എന്തെന്നില്ലാത്തൊരടുപ്പം മാണിക്കനോട് ഗീതാഞ്ജലിക്കുണ്ടായി. തന്റെ ജീവിതത്തിലേക്ക് അവൾ അവനെ ക്ഷണിച്ചു. പലവട്ടം അവൾ ജയിലിൽ പോയി മാണിക്കനെ കണ്ടു. മാണിക്കന്റെ തിരിച്ചു വരവിനായി ഗീതാഞ്ജലി കാത്തിരിക്കുന്നു.